ബീഹാറിന്റെ മണ്ണിൽ വോട്ട് ചോരിക്കെതിരെ രാഹുൽ ഗാന്ധി ഐതിഹാസികമായ വിജയം നേടുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ നിന്നും അഭിമാനകരമായ വാർത്ത. മതേതരത്വ മോഷണത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു. വിഷം ചീറ്റുന്ന മതവർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എക്കാലത്തും നടത്തിയതിൻ്റെ പാരമ്പര്യമുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് KP ശശികലയുടെ വിഷജീർണതയ്ക്കെതിരെ നിയമവഴിയിൽ പോരാട്ട വിജയം നേടിയിരിക്കുന്നത്. ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല, 8 വർഷക്കാലം നീണ്ട നിയമ പോരാട്ടം ചേർത്തല കോടതിയിൽ നിന്നും ഇന്ന് കേട്ട ഈ വിധിന്യായം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വരച്ചുകാട്ടിയ മതേതര വിജയമാണ്. 2017 മനോരമ ചാനലിലെ എൻകൗണ്ടർ പരിപാടിയിൽ KP ശശികല നടത്തിയ വർഗീയ പരാമർശത്തിനെതിരെയാണ് കോൺഗ്രസിന്റെ കാലത്തെയും പോരാളിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ സടകുടഞ്ഞെഴുന്നേറ്റ് നിന്നത്. മറ്റാരും കാണിക്കാത്ത ധീരതയോടെ ഉണ്ണിത്താൻ ശശികലയുടെ വാദങ്ങളെ കശക്കിയെറിഞ്ഞപ്പോൾ അന്ന് കേരളം കൈയടിച്ചതാണ്. ഉണ്ണിത്താന്റെ ചടുലമായ വാഗ്വിലാസത്തിന് മുന്നിൽ അടിപതറിയ ശശികല മുഖം രക്ഷിക്കാൻ കേസുമായി മുന്നോട്ടു പോകുകയായിരുന്നു. മലയാള മനോരമ ചാനൽ സ്ഥിതി ചെയ്യുന്ന അരൂരിന്റെ ഭാഗമായതുകൊണ്ടാണ് ചേർത്തല കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. മനോരമ ന്യൂസ് എഡിറ്റർ ജോണി ലുക്കോസിനെയും എൻകൗണ്ടർ അവതാരകൻ അയ്യപ്പദാസിനെയും ഉണ്ണിത്താനോടൊപ്പം പ്രതി ചേർത്തു. എന്നാൽ കോടതി ഇവരെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കി. നീണ്ട 8 വർഷക്കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇതാ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കേസിൽ വിജയിക്കുമ്പോൾ അത് കേരളം കയ്യടിക്കുന്ന വിജയമായി മാറിയിരിക്കുന്നു. നിരവധി വേദികളിലും മാധ്യമ ചർച്ചകളിലും ഇത്തരം പ്രയോഗങ്ങൾ ശശികല തുടർച്ചയായി നടത്തിയിട്ടുണ്ടെങ്കിലും പിടിച്ചുകെട്ടാൻ ഒരു ഉണ്ണിത്താൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളത് പ്രധാന കാര്യമാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 2 തെരഞ്ഞെടുപ്പുകളിലും ഉജ്ജ്വല വിജയം ഉണ്ണിത്താൻ സ്വന്തമാക്കിയപ്പോൾ അവിടെ തകർന്നു വീണതും കർണാടകയുടെ കാറ്റ് വീശി വളരാൻ സാധ്യതയുണ്ടായിരുന്ന സംഘശക്തികൾ തന്നെയായിരുന്നു. സംഘികൾക്കെതിരെയുള്ള പോരാട്ട നായകനായി ഇപ്പോൾ ഉണ്ണിത്താൻ മാറിയിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി മുൻ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് TK സൈതാലിക്കുട്ടി, അഡ്വക്കേറ്റ് BM ജമാൽ, അഡ്വക്കേറ്റ് CV തോമസ് എന്നിവരാണ് ഹാജരായത്. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ പറയാനും അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനും ഏതറ്റം വരെ പോകാനും തയ്യാറായുള്ളവരായിരിക്കണം കോൺഗ്രസിൻ്റെ വക്താക്കളെന്ന് ഈ വിജയം ചൂണ്ടിക്കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന വ്യക്താധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പുതിയ കാലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഈ പോരാട്ട വീര്യം വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പറയുന്നതിനേക്കാൾ പ്രധാനം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് സത്യമാണെന്ന് തെളിയിക്കുകയും അത് സത്യമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകർ മാതൃകയാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്.